നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്ത, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത, ആവശ്യങ്ങൾക്ക് മാത്രം ഓടിവരികയും അത് കഴിയുമ്പോൾ കാണാതാവുകയും ചെയ്യുന്ന മനുഷ്യരെ വിശ്വസിക്കരുത്. കളിപ്പാട്ടത്തിൻ്റെ വില പോലും നൽകാതെ ഒരിക്കൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിനെ മാറ്റി നിർത്താനും കഴിയും. അങ്ങനെ ഒരാളെ മറക്കണം എന്നല്ല, ഓർമ്മകളിൽ പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക. പല വേദനകളും തനിയെ വരുന്നതല്ല, അതിനുള്ള വഴികൾ നമ്മൾ തുറന്നിടുന്നതാണ്. സ്നേഹം, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒരല്പം സ്നേഹം പോലും കുറയാതെ നമ്മളോട് കൂടുതൽ അടുക്കുന്നവർ കുറവാണ്. അങ്ങനെ ഒരാളെ കിട്ടുക എന്നത് അതൊരു ഭാഗ്യമാണ്. വിട്ടുകൊടുക്കലും പിടിച്ചെടുക്കലുമല്ല സ്നേഹം എന്നത്. ആരുമറിയാതെ സ്വയം ഉരുകിത്തീരുമ്പോഴും പരാതിയും പരിഭവങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴും ദേഷ്യം വന്ന് എല്ലാം പറഞ്ഞിട്ടും കുറെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളി വരുമ്പോൾ ആരും അറിയാതെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് മഴയുടെ കുളിർ ആയിരിക്കും. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടുകളയുക. നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടുകൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലത് മാത്രം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈക്കുള്ളിൽ എത്തിച്ചേരാം. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവർ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എങ്ങനെ എന്ന തെളിവ് അവശേഷിപ്പിക്കുക. അതിന് വലിയ നിർമ്മിതികളുടെ ഒന്നും ആവശ്യമില്ല. സമൂഹമധ്യത്തിൽ സ്നേഹം നിറച്ചു കൊണ്ടായാലും മതി. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുമെന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അപ്പോൾ ചുറ്റും ഉള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരും തന്നെയല്ല. ബന്ധങ്ങൾ ഒരു നേരം പോക്കായി മാത്രം കാണുന്ന മനുഷ്യർക്കിടയിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും
സ്നേഹത്തോടെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന മനുഷ്യരുമുണ്ട് എന്നത് മാത്രമാണ് സ്നേഹത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ബന്ധങ്ങൾ കാരണം മനസ്സ് വരിഞ്ഞു മുറുക്കിയത്, പിന്നെന്താ അതിലൊരു രസമുണ്ടാകുക? മനസ്സൊരു പക്ഷിയാവട്ടേന്ന്. സ്നേഹവും പ്രണയവുമൊക്കെ ആ പക്ഷിക്ക് ആകാശമായട്ടെ. ബന്ധങ്ങൾ രണ്ടു തരത്തിലാണ്. ഏത് കാട്ടിൽ കൊണ്ട് കളഞ്ഞാലും തിരിച്ചെത്തുന്ന പൂച്ചയെപ്പോലെയും കല്ലെടുക്കുമ്പോഴേക്കും പറന്നകലുന്ന കാക്കയെപ്പോലെയും. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടിയതുപോലെയാണ് ചില ബന്ധങ്ങൾ. കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാകരുത്. ചിലരെ നമ്മൾ അഗാധമായി തന്നെ വിശ്വസിക്കും, അവരെ സ്നേഹിക്കും. അവരുടെ വാക്കുകൾ നമ്മൾ വല്ലാതെ വിശ്വസിച്ചു പോകും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല അവർ നമ്മളെ ഒരു വിഡ്ഢിയാക്കുകയാണ് എന്നുള്ള കാര്യം. കുറ്റബോധം വേണ്ട. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ നിരാകരിക്കാവുന്നതാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കുമ്പോൾ നോ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കുറവുകളും അപൂർണതകളുമുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം വേണ്ട. ആരും തന്നെ പൂർണ്ണരല്ല. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മടിയനാണെന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് കുറ്റബോധം വേണ്ട. നിങ്ങളുടെ ആശയങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു തെറ്റല്ല. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സമയം മന്ദഗതിയിലാണ്. നിങ്ങൾ വൈകുമ്പോൾ സമയം വേഗത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ സമയം മാരകമാണ്. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ സമയം കുറവാണ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സമയം അനന്തമാണ്. നിങ്ങൾക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ സമയം വളരെ നീണ്ടതാണ്. ഓരോ തവണയും സമയം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാലും നിങ്ങളുടെ മാനസികാവസ്ഥകളാലുമാണ്, അല്ലാതെ ഗ്രൂപ്പുകളല്ല. അതിനാൽ എപ്പോഴും നിങ്ങൾ നല്ല സമയം ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകുക. അനുഭവങ്ങളാണ് നമ്മളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നാണ്. അതാണ് ജീവിതം. അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ്. നീ എവിടെ കരഞ്ഞു അവിടെ സന്തോഷിക്കുന്നു. നീ എവിടെ പരാജയപ്പെട്ടു അവിടെ നീ ജയത്തിൻ്റെ കൊടി ഉയർത്തും. പിന്നെ നിന്നെ ആരൊക്കെ പരിഹസിച്ചു അവരുടെ മുൻപിൽ നിന്നെ തലയുയർത്തി നിർത്തും. കാരണം എല്ലാം ദൈവം കാണുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും.